നമസ്കാരം. ഒരു ചെറിയ കാര്യം ബൃഹത്തായ മാറ്റത്തിലേക്ക് കാരണമാകുമെങ്കിൽ, ഒരു ചെറിയ ശീലം ബൃഹത്തായ മാറ്റത്തിലേക്ക് കാരണമാകുമെങ്കിൽ എന്തുകൊണ്ട് ശീലിച്ചുകൂടാ എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന്. ഒരു സ്ഥലത്ത് പ്രശ്നം വയ്ക്കുവാനായിട്ട് പോകേണ്ടി വന്നു. ഇവിടെയല്ല, വിദേശത്താണ്. ഈയിടയ്ക്ക് നടന്ന സംഭവമാണ്. അവിടെ വിദേശികൾ മാത്രമാണ്, ഇന്ത്യക്കാരാരുമില്ല. 2 ദിവസം അവിടെ ചെലവഴിച്ചു. അവിടെ ഏവരും സംസാരിക്കുന്നത് വളരെ അതിശയമായിട്ട് തോന്നി. നാം ഇപ്പോൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഹായ്, ഹലോ എന്നിങ്ങനെയൊക്കെയാണ് നാം സംസാരിക്കുന്നത്. ആദ്യം അങ്ങനെയാണ്, ഹലോ ഒന്നിവിടെ വരുമോ, ഇല്ലെങ്കിൽ നേരെ നാം സംസാരിച്ച് തുടങ്ങുന്നു. അവിടെ ഒരാൾ സംസാരിക്കുമ്പോൾ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടാണ് അവർ സംസാരം തുടങ്ങുന്നത്. സംസാരം തീർന്ന ശേഷം ഹരേ കൃഷ്ണ എന്ന് പറയുന്നു. കുറച്ച് പേർ ജയ് ശ്രീറാം എന്ന് പറയുന്നു. ഇതിപ്പോൾ എവിടെ നിന്നാണ് വന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്ഥലത്തിൻ്റെ പേര് മറച്ചു വയ്ക്കാനായിട്ടൊന്നുമില്ല. ഇത് യൂറോപ്പിലാണ്, സ്ലൊവേനിയയിലാണ്. ഇപ്പം പോയിട്ട് വന്നതേ ഉള്ളൂ. വളരെ അതിശയം തോന്നി. ഒരാൾ ഫോണിൽ വിളിക്കുന്നു, അവരുടെ ജാതകം നോക്കുവാനായി, ജനിച്ച സമയം അറിയുവാനായിട്ട് ഭാര്യയെ വിളിക്കുകയാണ്. അയാളുടെ ജനിച്ച സമയം അയാൾക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഭാര്യയെ വിളിക്കുകയാണ്. എൻ്റെ മുമ്പിൽ വെച്ചിട്ട് സംസാരിക്കുന്നു. ഫോൺ ചെയ്തിട്ട് ആദ്യം ഹരിബോൽ എന്ന് ആ ഇംഗ്ലീഷുകാരൻ സായിപ്പ് പറഞ്ഞ ശേഷം ഹരിബോൽ എന്ന് പറയുന്നു. അവിടെ നിന്ന് ഹരിബോൽ എന്ന് തിരിച്ച് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഈ മൊബൈലിലൂടെ, ആ വോയിസിൽ ചെറിയ വോള്യൂം. എന്നിട്ട് അവർ സംസാരിക്കുന്നു. സംസാരത്തിന് ശേഷം ഹരിബോൽ എന്ന് പറഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഇവർ അറിയാതെ തന്നെ എത്ര ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു കാണും. വളരെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ്. വളരെ ചിന്തിപ്പിച്ച ഒരു ചെറിയ കാര്യമാണ്. പക്ഷേ ബൃഹത്തായ ഒരു മാറ്റത്തിലേക്ക് കാരണമാകും എന്നുള്ള ഒരു വിഷയം കൂടിയാണ്. നമ്മളടുത്ത് ആ ഒരു ശീലമില്ല. ഇത് സായിപ്പന്മാർ ശീലിച്ച് വെച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ എന്ന് സംസാരം തുടങ്ങുന്നു. ഒരാൾ ജയ് ശ്രീറാം എന്ന് പറയുന്നു. മറ്റൊരാൾ അവരവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ദേവൻ്റെ ഒരു നാമം, അങ്ങനെയാണ് അവർ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ റാം റാം എന്ന് പറയുന്നു. ഇങ്ങനെ ശീലിച്ച് അവർക്ക് ഹായ് ഹലോ എന്നുള്ള പദം മറന്നുപോയി. സ്പാനിഷിലോ ഇറ്റാലിയനിലോ ഹോല എന്നൊക്കെ പറയും. അതൊക്കെ മറന്നുപോയി. അവരതൊക്കെ മറന്നുപോയി. കണ്ടു കഴിഞ്ഞാൽ അപ്പം പറയുകയാണ് ഹരി ഓം. ആ ഒരു ശീലം എന്തുകൊണ്ട് നമ്മൾ തുടർന്നു കൂടാ എന്നുള്ള ഒരു ചിന്തയാണ് ഈ ഒരു ടോപ്പിക്കിലേക്ക് കാരണമായത്. ഇനി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തോട്ട് പ്രോസസ്സിനെ വേറെ പല ആംഗിളിലേക്ക് ദയവ് ചെയ്ത് കൊണ്ടുപോകരുത്. ഇതിൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. നാം കൊച്ചുകുട്ടികളെ ശീലിപ്പിക്കുകയാണെങ്കിൽ അവർ എപ്പോഴും ഒരു ഭഗവാന്റെ നാമം പറയുവാനായിട്ടൊരു പ്രേരണ, അറിഞ്ഞോ അറിയാതെയോ ഹരേ കൃഷ്ണ എന്ന് പറയുന്നു, ഇല്ലെങ്കിൽ ഹരി ഓം എന്ന് പറയുന്നു, എന്തു തന്നെ ആയിക്കോട്ടെ, ജയ് ശ്രീറാം എന്ന് പറയുന്നു, രാമരാമ എന്ന് പറയുന്നു, രാമ എന്ന് പറയുന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ഒരു ശീലം നമുക്ക് തുടരുവാൻ സാധിച്ചാൽ ബൃഹത്തായ ഒരു മാറ്റത്തിലേക്ക് അത് കാരണമാകും. കാരണം നാം ഭഗവത് നാമം പറഞ്ഞ ശേഷമാണ്, ഉരുവിട്ട ശേഷമാണ് ഒരു വിഷയത്തെ നാം സംസാരിക്കുവാനായിട്ട് പോകുന്നത്. ഞാനും ശ്രമിക്കാം. കാരണം എൻ്റെ അടുത്തും ആ ശീലമില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഇവിടെ ഇരിക്കുന്നത് കൊണ്ട്, ഇല്ലെങ്കിൽ ജനം ടി വിയിൽ ഇങ്ങനെ ഒരു പരിപാടി എനിക്ക് ലഭിച്ചത് കൊണ്ട് ഇവിടെ എല്ലാം തികഞ്ഞു എന്നൊന്നുമില്ല. അപ്പോൾ ഞാനും അത് ശീലിക്കണം. ഭയങ്കര പ്രയാസമാണ്. കാരണം ഇത്രയും കൊല്ലം ഇങ്ങനെയൊന്നും ശീലിച്ചില്ല. വാ തുറന്നു കഴിഞ്ഞാൽ നേരെ അങ്ങ് സംസാരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു ഭവ്യത നമുക്ക് കൈവരും എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പരിപാടിയിലൂടെ, ഈ ഒരു എപ്പിസോഡിലൂടെ ഈ ഒരു വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിച്ചത്. ഇതൊരു നല്ല ചിന്തയാണ് എന്ന് തോന്നുന്ന പക്ഷം ഏവരും അത് സ്വീകരിക്കുക. നമസ്കാരം.